ആദ്യം ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോണിന്റെ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക. എന്താണ് ഈ ഇറാൻ അമേരിക്ക വാറിന്റെ പശ്ചാത്തലത്തിൽ പുള്ളി പറയുന്നതെന്നുള്ളതാണ്. I don't like your regime. I don't like your organization. I consider you are threatening your neighbor, so I will intervene and bomb you. You open a Pandora box. Because nobody, why shouldn't the other do the same? Iran is a very bad regime. No discussion about that. I disagree with them on a lot of topics. But I don't believe that we will fix the situation just by bombings or by military operations. Look at what happened with this type of operation in Iraq, in Afghanistan, in Libya. We never delivered. Never. Even after 20 years. So you have to respect the sovereignty of people. If people want to change a regime, they want to react, step up, they can do so. Having such an agenda shared by Korea, France, and bringing with us the other Europeans, Canada, Japan, India, Brazil, Australia, you start having a sort of third way. Those who don't want to be dependent on China or aligned by definition with the US. അതായത് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു രാജ്യത്തെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റെജീമിന് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പം അതിനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കുറേ ബോംബ് അങ്ങ് ഇട്ടോ വിചാരിച്ചിട്ടോ, നിങ്ങളങ്ങ് പോയിട്ട് കുറേ അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിച്ചിട്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതിന് പുള്ളി കുറച്ച് എക്സാമ്പിളായിട്ട് വേറെ കുറച്ച് രാജ്യങ്ങളുടെ പേരും കൂടെ പറയുന്നുണ്ട്. അതായത് ഇറാഖിൻ്റെ പേര് പറയുന്നുണ്ട്, ലിബിയയുടെ പേര് പറയുന്നുണ്ട്, അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ ഈ ബോംബും ഈ ടാങ്കറുകളും ഈ യുദ്ധവിമാനങ്ങളും എല്ലാം കൊണ്ട് അങ്ങ് ഇരച്ച് കയറി ചെന്നിട്ട് എന്താ സംഭവിച്ചതെന്നുള്ളതാണ് പുള്ളി ചോദിക്കുന്നത്. ഒന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഈ വാറും ഈ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഈ യുദ്ധം ലക്ഷക്കണക്കിന് ഡോളർ അവിടെ കൊണ്ടുപോയി, അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളർ അവിടെ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞിട്ടും ഒരു മാറ്റം അവിടെ സംഭവിച്ചില്ല എന്നാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറയുന്നുണ്ട്. 20 വർഷം, ഇപ്പൊ 20 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും അതിലൊരു ചേഞ്ച് വരുത്താനോ ഒന്നിനും പറ്റിയില്ല എന്നുള്ളതാണ് പറയുന്നത്. സ്പെസിഫിക്കലി അഫ്ഗാനിസ്ഥാന്റെ കേസ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, 20-21 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ 9/11 അറ്റാക്കിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ മൊത്തം തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ട് നേരെ അമേരിക്ക അങ്ങ് ഇരച്ചു കയറി ചെല്ലുന്നത്. അമേരിക്കയും അതിൻ്റെ കൂടെ നാറ്റോയും ഉണ്ടായിരുന്നു. മാസീവായിട്ടുള്ള ബോംബിങ്ങുകൾ, അതേപോലെ തന്നെ കരയാക്രമണം, ഇതെല്ലാം അവരവിടെ നടത്തി. അവിടെ ഉണ്ടായിരുന്ന താലിബാൻ ഗവൺമെന്റിനെ അട്ടിമറിച്ചിട്ട് അവിടെ വേറൊരു ഗവൺമെന്റിനെ അവരവിടെ സ്ഥാപിക്കാൻ കൂടെ ചെയ്തു എന്നുള്ളതാണ്. അതായത് പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അവസാനം ഈ പറയുന്ന 20 വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഒരു നിമിഷത്തിൽ വന്ന് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അമേരിക്ക അവിടുന്ന് മൂടും തട്ടി പോയപ്പോൾ ആരെ ഭരണം ഏൽപ്പിച്ചിട്ട് അവിടുന്ന് പോയേ? ആരുടെ കൈകളിലോട്ട് ഭരണം കിട്ടിയിട്ടാണ് അമേരിക്ക അവിടുന്ന് തിരിച്ചു പോരുന്നത്? വീണ്ടും തീവ്രവാദികൾ എന്നിവർ പറഞ്ഞിരുന്ന താലിബാനികളുടെ കയ്യിലോട്ട്, അല്ലെങ്കിൽ താലിബാന്റെ കയ്യിലോട്ട് വീണ്ടും ആ ഭരണം എത്തുന്ന രീതിയിലോട്ട് കൊടുത്തിട്ടാണ് അവിടുന്ന് അമേരിക്ക തിരിച്ചു പോയത്. അപ്പൊ അമേരിക്ക വന്നു, അവിടെ അറ്റാക്ക് നടക്കുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനോണ്ട് അലൈൻഡ് ആയിട്ടുള്ള കുറെ മനുഷ്യന്മാരുണ്ടായിരുന്നു. ആ മനുഷ്യന്മാരുടെയൊക്കെ ജീവന് പുല്ല് വില കൊടുത്തിട്ടാണ് അമേരിക്ക അവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. അന്ന് നമ്മൾ കണ്ടതാണ്, ഇവരുടെ വിമാനങ്ങളുടെ ടയറുകളിലൊക്കെ ആൾക്കാർ കയറി ഇരുന്നിട്ട് എങ്ങനെങ്കിലും ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ആളുകൾ നടത്തിയിട്ടുള്ള ഒരു പരാക്രമം. അതേപോലെ തന്നെ എയർപോർട്ടുകളിലേക്കൊക്കെ ആളുകൾ ഇരച്ചു കയറിയായിരുന്നു കിട്ടിയ വിമാനത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട്. ഇവിടെ നമ്മളൊരു ഗവൺമെന്റിനെ ഓൾറെഡി സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇവിടെ നമ്മളൊരു ഗവൺമെന്റിനെ കൊണ്ടുവരും, ജനാധിപത്യം നമ്മളിവിടെ പൂത്തുലയിക്കും, ജനാധിപത്യത്തിനെ നമ്മളിവിടെ ചെല്ലും ചെലവും വളമൊക്കെ ഇട്ട് നമ്മളിവിടെ നട്ടു വളർത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ രാജ്യങ്ങളിലോട്ട് ഇവർ ചെന്നേ. മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരിപാടികൾ ഇവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഇറാഖിൽ എന്താ സംഭവിച്ചേ? ലോകത്തിലെ നമ്പർ 1 തീവ്രവാദ സംഘടനയായിട്ടുള്ള ISISന്റെ ഉദയമാണ് അന്ന് പിന്നീട് എവിടെ ഉണ്ടായത്? ഇറാഖിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഏറ്റവും ബെസ്റ്റ് തീവ്രവാദികൾ അവിടെ ഉണ്ടാക്കുകയും കയോട്ടിക് ആയിട്ടുള്ള രീതിയിലോട്ട്, കുത്തഴിഞ്ഞ രീതിയിലോട്ട്, ഒരുമാതിരി ഈ പറയുന്ന കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് ട്രാക്ടർ ഇറങ്ങി പൂട്ടിയ രീതിയിലോട്ട് ആ രാജ്യത്തിനെ മാറ്റി മൊത്തം കോളാക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോയി എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇമാനുവൽ മാക്രോൺ പറയുന്നത്. അപ്പൊ അതിനകത്ത് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്.
നിങ്ങൾക്കൊരു ഒരു ഒരു റെജീമിനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഗവൺമെന്റിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് ചെന്ന് എന്തെങ്കിലും കുറെ ബോംബ് ഇട്ടിട്ടല്ല ഈ മാറ്റങ്ങൾ നടക്കേണ്ടേ. ആ മാറ്റങ്ങൾ നടക്കേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ജനങ്ങൾക്ക് ബോധം ഉണ്ടാവുകയും അവിടുത്തെ ജനങ്ങൾ തന്നെ അതിനെഗെയിൻസ്റ്റ് ആയിട്ട്, അതിനെതിരായിട്ട് നിലപാടെടുക്കുകയും ഒരു മാസീവ് മൂവ്മെന്റിലൂടെ ആയിരിക്കും ആ ഗവൺമെന്റിനെ ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പൊ അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ചോസസ്ക്യൂ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. 10-25 വർഷം ഏകാധിപതിയായിട്ട് ഭരിച്ചിട്ട് അവസാനം ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയപ്പോഴാണ് എന്ത് സംഭവിച്ചത്, അവിടെ ഈ ഭരണമാറ്റം സംഭവിക്കുന്നത്. 10-25 വർഷങ്ങൾക്ക് ശേഷം ഏകാധിപതിയായിട്ട് ജീവിച്ചൊരു മനുഷ്യനെ അവസാനം അവിടുത്തെ പട്ടാളക്കാർ വരെ എതിരായി. പട്ടാളക്കാരെന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിലും ആ നാട്ടിലെ ഒരു പൗരനും ആ നാട്ടിലെ ഒരു ജനവിഭാഗം തന്നെയാണല്ലോ അവരും. അവസാനം ചോസസ്ക്യൂനെ അംഗീകരിക്കുന്ന രീതിയിലോട്ട്, അല്ലെങ്കിൽ ചോസസ്ക്യൂനെ എതിരാവുന്ന രീതിയിലോട്ട് അവിടുത്തെ പട്ടാളം വരെ മാറി എന്നുള്ളതാണ്. എന്നിട്ട് ഈ ആളുകളുടെ കലി അടക്കാൻ വേണ്ടിയിട്ട്, ഈ പ്രൊട്ടസ്റ്റിനെ ഒന്ന് അമർത്താൻ വേണ്ടിയിട്ട് ചോസസ്ക്യൂനെ വെടിവെച്ച് കൊല്ലുകയും അതിന്റെ വിഷ്വൽസ് ടെലിവിഷനിലൂടെ പുറത്തു വരികയും കൂടെ ചെയ്തപ്പോഴാണ് അവിടുത്തെ ആളുകളുടെ ഒരു കോപം അടങ്ങിയത് എന്നുള്ളതും കൂടെ നമ്മൾ കാണണം. വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നേപ്പാൾ വേറൊരു എക്സാമ്പിൾ ആണ്. ഈ പറയുന്ന അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കണ്ട് മടുത്ത നേപ്പാൾ ജനതയാണ് ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള നിലപാടെടുത്തത്. അവിടുത്തെ ആളുകൾ മര്യാദക്ക് ജോലിയില്ല, മര്യാദക്ക് സ്കൂളുകളില്ല, വിദ്യാഭ്യാസം കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു സപ്രഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന എന്താണ്, ഈ മന്ത്രിമാരുടെ മക്കളൊക്കെ ഏറ്റവും മുന്തിയ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നതും ഏറ്റവും നല്ല വസ്ത്രമിട്ട് നടക്കുന്നതും ആഡംബരത്തിൽ ജീവിക്കുന്നതുമാണ്. അപ്പൊ ഈ ഒരു സാധനം പുകഞ്ഞ് അവസാനം പൊട്ടിയപ്പോഴാണ് അവിടെയും ഒരു ഗവൺമെന്റിന് ചേഞ്ച് വന്നേ. അപ്പോൾ ഇറാനിലോട്ട് ഇപ്പൊ അമേരിക്ക നടത്തുന്ന അറ്റാക്ക്, അതിന്റെ ഒരു റീസൺ ആയിട്ട് ആദ്യം അമേരിക്ക പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറാനിലെ ക്ലെറിക്കൽ റെജീമിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ന്യൂക്ലിയർ ശേഷിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കപ്പാസിറ്റിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ പോയിന്റുകൾ മുന്നോട്ട് വെച്ചിട്ടാണ് അമേരിക്ക ഇറാനെതിരെയുള്ള അറ്റാക്ക് തുടങ്ങുന്നത്. ഇങ്ങനെ അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ? ബേസിക്കലി ഇപ്പൊ നമ്മൾ ഇതിന്റെ റിയാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ 22 വയസ്സുള്ള മാസ ആമിനി കൊല്ലപ്പെട്ടതിന് ശേഷം, അതായത് അവിടുത്തെ മതകാര്യ പോലീസ് മര്യാദയ്ക്ക് ഹിജാബ് ധരിച്ചില്ല എന്നും പറഞ്ഞ് മാസ ആമിനിനെ പിടിച്ചുകൊണ്ട് പോയി ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുകയും അവരവിടെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാനിൽ ശക്തമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ആ പ്രൊട്ടസ്റ്റുകളെ ഒരു തലത്തിലോട്ട് എത്തുന്ന സമയത്ത് ഇവർക്ക് അടിച്ചമർത്താൻ പറ്റിയെങ്കിലും അത് ഉള്ളിൽ അപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ പുകച്ചിലാണ് ഈ അമേരിക്ക അറ്റാക്ക് നടത്തുന്നതിന് മുന്നേ വരെ അവിടെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റും ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ രോഷം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ പോയി അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നെതന്യാഹു ഈ പ്ലാൻ കൊണ്ട് വരുന്ന സമയത്ത് നെതന്യാഹുവിന്റെ പ്ലാനിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓൾറെഡി അവിടുത്തെ ജനങ്ങള് ഈ പറയുന്ന റെജീമിനെതിരാണ്, ക്ലെറിക്കൽ റെജീമിനെതിരാണ്. അപ്പൊ അങ്ങനെ എതിരായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ പോയി കുറച്ച് ബോംബും കൂടെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് തന്നെ ആ ഭരണത്തിനെ അട്ടിമറിച്ചോളും എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇമ്മാനുവൽ മക്രോൺ പറഞ്ഞൊരു കാര്യമുണ്ട്, സോവറിനിറ്റി, അതായത് ഒരു രാജ്യത്തിന്റെ സോവറിനിറ്റിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് രാജ്യത്തിന്റെ സോവറിനിറ്റിക്ക് എതിരായിട്ട് വരുന്ന സമയത്ത് അവിടെ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്, അന്നേ വരെ ആ ഗവൺമെന്റിനെതിരെ പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ടും ആ ഗവൺമെന്റിന്റെ പുറകിൽ അണിനിരക്കും എന്നുള്ളത്. ഇത് ഇസ്രായേൽ ഗസ വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ തന്നെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതല്ല, ആ കൈൻഡ് ഓഫ് രാജ്യമല്ല ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ ഒരു തരത്തിലും, ഇറാൻ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, ഇറാൻ അകത്തെ ഗവൺമെന്റിന് എതിർവികാരം അവിടെ ഉണ്ടെങ്കിലും, പുറത്തുനിന്നുള്ള ഒരു ശക്തി ഇറാൻ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ കാര്യത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യത്തില്ല എന്നുള്ളതാണ്. അത് നമ്മൾ കാണണം. ഇപ്പൊ എന്താ സംഭവിച്ചേ, അന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്ന ആളുകൾ അടക്കം ഈ പറയുന്ന ഇറാൻ ഗവൺമെന്റിന് സ്ട്രോങ് സപ്പോർട്ടായിട്ട്, ഇറാൻ ഗവൺമെന്റിന്റെ പില്ലേഴ്സ് ആയിട്ട് ഇപ്പൊ നിലനിൽക്കുക എന്നുള്ളത് നമ്മൾ കാണണം. അതിനൊരു നല്ല എക്സാമ്പിൾ ആയിട്ട് പറയേണ്ടത് എന്താണെന്ന് അറിയോ, ഈ വെടിനിർത്തൽ നിലവിൽ വരുന്നതിന് മുന്നേ വരെ നടന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്.
അതായത് ഞങ്ങൾ ഇറാന്റെ പബ്ലിക് പ്ലേസുകളും പാലങ്ങളും സ്കൂളുകളും എല്ലാം തകർത്ത് കളയും, പവർ പ്ലാന്റുകൾ അടക്കം തകർത്ത് കളയുമെന്ന് അമേരിക്ക ഭീഷണി മുഴക്കുകയും അതേപോലെ തന്നെ ലോകത്തുള്ള പല ചാനലുകളും കൗണ്ട് ഡൗൺ വരെ സ്റ്റാർട്ട് ചെയ്തൊരു സമയത്ത് ഇറാൻ അതിനെ പ്രതിരോധിച്ചൊരു രീതിയുണ്ട്. ഇറാൻ അതിനെ പ്രതിരോധിച്ചത് അതിന്റെ ചുറ്റുപുറം ഈ പറയുന്ന ആന്റി മിസൈൽ സംവിധാനങ്ങൾ നിരത്തിയിട്ടല്ല, ആളുകളുടെ മനുഷ്യ ചങ്ങല അവിടെ തീർത്തിട്ടാണ് ഇറാൻ അതിനെ പ്രതിരോധിച്ചത്. ആ പ്രതിരോധത്തിലേക്ക് ആളുകൾ എത്തുന്നത് എങ്ങനെയാ? ഇത്ര അധികം എതിർവികാരം ഒരു ഗവൺമെന്റിനെതിരെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെ ഇറാന് ഈ ആളുകളെ അവിടേക്ക് എത്തിക്കാൻ പറ്റും? അപ്പൊ അവിടെയാണ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞൊരു കാര്യമുള്ളത്. അതായത് നിങ്ങൾ ബോംബിങ്ങും കൊണ്ട് ഒരു രാജ്യത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തെ ഗവൺമെന്റ്, ആ രാജ്യത്തെ ജനങ്ങൾ ആ ഗവൺമെന്റിന് എതിരാവുന്നതിന് പകരം ആ രാജ്യത്തെ ജനങ്ങൾ ആ ഗവൺമെന്റിന് സപ്പോർട്ടായിട്ട് മാറുക ചെയ്യുക. അന്നേ വരെ കലുഷിതമായിട്ടിരുന്ന ടെഹ്റാന്റെയും ഇറാന്റെയും സ്ട്രീറ്റുകൾ എന്ന് പറയുന്നത് ശാന്തമാവുകയും ഗവൺമെന്റിന് സപ്പോർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. നമുക്കറിയാം കൂറ്റൻ റാലി നടത്തിയത് നമുക്കറിയാം ഇറാനില്. അതായത് ഇവര് ബോംബിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇറാന്റെ ഗവൺമെന്റും അതേപോലെ തന്നെ ഇറാന്റെ ലീഡേഴ്സ് അടക്കം ഇറങ്ങിയിട്ടുള്ള കൂറ്റൻ റാലി ടെഹ്റാനിൽ നടന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോ നിങ്ങളുടെ കയ്യിൽ കുറേ ബോംബുകളുണ്ട്, നിങ്ങളുടെ കയ്യിൽ B-2B വിമാനങ്ങളുണ്ട്, നിങ്ങളുടെ കയ്യിൽ F-15 ഉണ്ട്. ഇതൊന്നും വെച്ച് നിങ്ങൾ ഒരു രാജ്യത്തേക്ക് അങ്ങ് കയറി ചെന്ന് അവിടെ കുറേ ബോംബിട്ടോന്ന് വിചാരിച്ചിട്ട് ആ രാജ്യത്തെ റെജീം ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അത് സംഭവിക്കാനേ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സദ്ദാം ഹുസൈനെ കൊന്നു എന്ന് വിചാരിച്ചിട്ട് ആ രാജ്യം പിന്നെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വന്നോ? ഇല്ല. നിരന്തരം ആഭ്യന്തര യുദ്ധങ്ങളിലോട്ട് തള്ളപ്പെടുകയാണ് ഇറാഖിന് സംഭവിച്ചത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതകളിൽ ഒന്നാണ് ഇറാഖ് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പഴയ മെസപ്പൊട്ടോമിയ അല്ലെ, അബ്രഹാം അടക്കം വന്നൊരു സ്ഥലമാണത്. അപ്പൊ ആ രാജ്യത്തിനെ കയോട്ടിക്കായിട്ട് ചവച്ച് തുപ്പിയ വൈക്കോൽ കൂനകളെ പോലെയുള്ള ഒരു സ്ഥലമാക്കി മാറ്റി എന്നുള്ളതാണ്. സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു രാജ്യമാക്കി മാറ്റി എന്നുള്ളതാണ്. ലിബിയനെ അങ്ങനെ മാറ്റി എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാൻ അങ്ങനെ മാറ്റി എന്നുള്ളതാണ്. ഇവർ എവിടേക്ക് ബോംബും കൊണ്ട് ചെന്നിട്ടുണ്ടോ അവിടെയൊന്നും ഇവരുടെ വാർ ഒബ്ജക്റ്റീവുകളെ ഇവർക്ക് നടപ്പിലാക്കാനോ അല്ലെങ്കിൽ വാർ ഒബ്ജക്റ്റീവുകൾ ഇവർക്ക് അച്ചീവ് ചെയ്യാനോ പറ്റിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അവിടെയാണ് ഈ പറയുന്ന ഈ ഇമ്മാനുവൽ മക്രോണെ പോലെയുള്ള ലോകരാജ്യങ്ങളിലുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ അത്തരം പ്രസിഡന്റുമാർ പറയുന്നതിന് അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് വിലയുണ്ടാവുന്നേ എന്നുള്ളതാണ്.